വിഷമം എന്നുള്ളതുണ്ട്. എന്തിനാന്നറിയോ? അവമാനിച്ചു. ഈ പാർട്ടി പറയുന്നൊന്നും അനുസരിക്കാത്ത കുട്ടിയാണെന്ന് പറയുന്നത് കേൾക്കുന്നത് ശരിയാണോ? അത് സ്വന്തം അനുഭവത്തിൽ ചില പാർട്ടിക്കാരോട് ചോദിക്കുമ്പോൾ പറയും അദ്ദേഹം എന്തെപ്പ എങ്ങനെ പ്രതികരിക്കും നമുക്ക് പറയാൻ പറ്റില്ല, അത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല എന്ന് പറയും. ഞാൻ അതിനെ കമന്റ് ചെയ്യുന്നില്ല. ശരിക്കും ഉണ്ടോ? അത് ഞാൻ അങ്ങനെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ കല്ലെറിയുകയും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ ഏറ്റവും മോശമായ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്ന ഇന്ന് പറയുന്നു ഞാൻ അദ്ദേഹത്തിനോടൊപ്പം എത്തുന്നില്ല. എന്റെ ജീവിതത്തിൽ അദ്ദേഹം വിശുദ്ധനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അത് അവരാണ് തീരുമാനിക്കുന്നത്. രാഹുൽ ചെയ്തത് ശരിയായില്ല എന്നൊരു തോന്നൽ CPM-നാണെങ്കിൽ ഇതേപോലത്തെ അവസരങ്ങൾ വീണ് കിട്ടിയാൽ അവർക്ക് വളരെ ആക്രമിക്കാൻ വളരെ സൗകര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൂടി ഇച്ചിരി ജാഗ്രത പുലർത്തണം. ഞാൻ മന്ത്രിയാവുന്ന പ്രതീക്ഷ നിങ്ങൾ കൊടുത്ത മാധ്യമങ്ങൾ കൊടുത്ത പ്രതീക്ഷ കണ്ടിട്ട് കുറെ പേര് വന്നു. അവരെല്ലാം സത്യപ്രതിജ്ഞയ്ക്ക് വന്നവർ. അപ്പൊ അവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, ഞാൻ സത്യം പറഞ്ഞ സൈക്കിളിൽ പോകാനിരുന്നേ. എന്തിനാണ് എപ്പോഴും പിതാവിനെ അനുകരിക്കാനൊരു ശ്രമം നടത്തുന്നത് അദ്ദേഹത്തോട് ചോദിക്കണം എന്നോട് പറഞ്ഞു. താങ്കളുടെ അമ്മയും അച്ഛനെ അനുകരിച്ചാണോ ജീവിക്കാറുള്ളത്? അങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത്? മുടി ചീകാതെ നടക്കുന്നതിനെ കുറിച്ചാ? അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. സ്കൂൾ ടൈമിലെ ഫോട്ടോസ് എടുത്താണ് ഞാൻ. ബാലിശമായ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. അപ്പൊ അത് ആളുകൾ അതിനൊക്കെ ഒരു നേതാവെന്ന നിലയിൽ വിലയിരുത്തപ്പെടുമല്ലോ. മറുപടി പുതുപ്പള്ളിയിലെ ആളുകളുടെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ എന്താണ്? ഹാപ്പി ആയിരിക്കും. ഈ രണ്ടാമതും തെരഞ്ഞെടുത്തു, അവർ പൂർണ്ണമായി ഹാപ്പിയാണെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ എന്നെ തെരഞ്ഞെടുക്കുമോ? തീർച്ചയായിട്ടും ജനങ്ങൾ എന്നോടൊപ്പം ആണെന്നുള്ളത്. പുതുപ്പള്ളിക്കാരുടെ ഒരു ആവശ്യങ്ങളൊക്കെ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ? കാരണം മുൻകാലങ്ങളിൽ പിതാവാണ് കൂടുതലും ആ ഭാഗങ്ങളിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ ചാണ്ടിയുമ്മൻ അതിലേക്ക് വരുന്നത്. അപ്പം ആളുകളെ ഓരോ സമയത്തും ഓരോ നേതാക്കന്മാർ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് ചെയ്യും. അദ്ദേഹം ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിപ്പം ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും റോഡ്സിന്റെ കാര്യത്തിലാണെങ്കിലും നീ ആ സൂപ്പർ സ്ട്രക്ചറിന്റെ പുറത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതേ ഉള്ളൂ എന്ന് പറയുന്നത്. മന്ത്രിപദം കിട്ടാത്തതിലുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു ചാണ്ടിയുമ്മന് എന്നൊരു ചർച്ച ഇപ്പോഴും മാറിയിട്ടില്ല ആളുകളുടെ ഉള്ളില്. അത് സത്യസന്ധമായിട്ട് പറയാം, വിഷമമുണ്ടോ? വിഷമം എന്നുള്ളതുണ്ട്. എന്തിനാന്നറിയോ? അവമാനിച്ചത്. ആരപമാനിച്ചാണ്? മാധ്യമപ്രവർത്തകർക്ക്. നിങ്ങൾക്ക് കുഴപ്പമില്ല റോള്. പാർട്ടി പറയാത്തൊരു കാര്യം, നേതൃത്വം പറയാത്തൊരു കാര്യം നിങ്ങൾ ചർച്ചയാക്കി, ആളുകളുടെ ചർച്ചയാക്കി അവർക്ക് ഒരു വിഷമം ഉണ്ടാക്കിയതാണ് എനിക്ക് വിഷമം. അതാണ് വിഷമം. അത് തീർച്ചയായിട്ടും വിഷമല്ലേ. അപ്പൊ ഈ ആന്റണിയുടെ വീട്ടിൽ പോയതോ? അന്നേ ദിവസം തന്നെ ആന്റണിയുടെ വീട്ടിൽ പോയി. അതിന്റെ തലേദിവസം ഞാൻ പോയിട്ടുണ്ട്, അതിന്റെ തലേദിവസം പോയിട്ടുണ്ട്, അതിന്റെ മുമ്പത്തെ ദിവസം പോയിട്ടുണ്ട്. അന്ന് വാർത്തകൾ വന്നിരുന്നത് ഈ വിഷമം പറയാൻ വേണ്ടി ചാണ്ടിയുമ്മനും കുടുംബവും പോയി. ഞങ്ങൾ മൂന്നുപേരും സംസാരിച്ച കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം. അദ്ദേഹം പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞല്ലോ. എന്താണെന്നുള്ളത് ഓക്കെ, അല്ല ഞാൻ ചോദിക്കാണ്, എനിക്കറിയണല്ലോ. അപ്പൊ ചാണ്ടി തന്നെ പറയണല്ലോ. അപമാനിച്ചു എന്നുള്ള പ്രശ്നം തന്നെയല്ലേ? അതല്ലേ പറഞ്ഞോളൂ. സ്ഥാനമല്ലല്ലോ പ്രശ്നം. സ്ഥാനം എനിക്ക് പ്രശ്നമാണെങ്കിൽ 23 വർഷം ഞാനൊരു പദവി ഇല്ലാതല്ലേ ഈ പാർട്ടിയിൽ നിന്നത്. അപ്പൊ അധികാരം ഉള്ളപ്പോഴും അധികാരം ഉള്ളപ്പോഴും അധികാരം ഇല്ലാത്തപ്പോഴും ഒക്കെ പാർട്ടിക്ക്. അല്ല, മന്ത്രിപദം അർഹിക്കുന്നില്ലേ ആര്? 140 MLA-മാരിൽ 102 പേര് ജയിച്ചിട്ടുണ്ട്. ഈ 102 പേരും അർഹരാ. അതിനപ്പുറത്തേക്ക് സ്വയം ആർജിച്ചെടുത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിപ്പോ പാർട്ടിയല്ലേ പറയണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടത് പാർട്ടിയല്ലേ. അത് ഞാൻ അങ്ങനെ പറയും. അപ്പൊ പാർട്ടി സ്വയമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്താണ് തീരുമാനമുള്ളത്. അത് ഏത് തീരുമാനം എടുത്താലും പാർട്ടിയോടൊപ്പം നമ്മൾ. ഈ പാർട്ടി പറയുന്നൊന്നും അനുസരിക്കാത്ത കുട്ടിയാണെന്ന് പറയുന്നത് കേൾക്കുന്നത് ശരിയാണോ? അത് സ്വന്തം അനുഭവത്തിൽ നിന്നല്ല. ഈ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് കേൾക്കാത്ത കുട്ടിയായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ അങ്ങനെ എന്റെ അനുഭവമല്ല പറയുന്നത്. ചില പാർട്ടിക്കാരോട് ചോദിക്കുമ്പോൾ പറയും അദ്ദേഹം എന്തെപ്പ എങ്ങനെ പ്രതികരിക്കും നമുക്ക് പറയാൻ പറ്റില്ല, അത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല എന്ന് പറയും. അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞാൻ അതിനെ കമന്റ് ചെയ്യുന്നില്ല. ശരിക്കും ഉണ്ടോ? അത് ഞാൻ അങ്ങനെ കമന്റ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്റെ രീതികൾ നോക്കിക്കോളൂ. ഞാൻ എന്തെങ്കിലും വ്യത്യസ്തമായി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ അതിന് കൂടുതൽ കമന്റ് ഇല്ല. ചാണ്ടിയുമ്മനെ പിതാവിനോട് താരതമ്യപ്പെടുത്തിയ ആളുകൾ ചോദിക്കാറുണ്ട്. അതായത് പിതാവ് ചെയ്ത കാര്യങ്ങൾ അതൊരു ബാധ്യതയാവും. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, മാധ്യമപ്രവർത്തകർ എപ്പോഴും എന്തിനാ പിതാവിനോട്ട് എന്നെ കമ്പയർ ചെയ്യുന്നത്? ഞാൻ എപ്പോഴും ഇപ്പൊ എന്റെ പിതാവിന്റെ കാര്യം ചോദിച്ചോ ഞാൻ തിരിച്ചു ചോദിക്കുക, എന്തിനാ കമ്പയർ ചെയ്യുന്നത്? ആ ചോദ്യമേ ഒഴിവാക്കിയാരെ. അപ്പോഴല്ലേ ഞാൻ എന്റെ പിതാവിനെ പോലെ അനുകരിക്കുന്ന ചോദ്യം വരുന്നത്. നിങ്ങൾ ആ ചോദ്യമേ വിട്ടേരെ. എന്റെ ഫാദറിന്റെ കാര്യമേ പറയണ്ട.
അല്ല ഞാൻ അത് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയിൽ നമുക്കത് അദ്ദേഹത്തിന്റെ മകനാ സംഭവിച്ചല്ലോ, അത് മതി. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ക്വാളിറ്റി വരത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാ പറഞ്ഞേ വരത്തില്ല എന്നല്ല പറഞ്ഞ്. അങ്ങനെ ഒരു അതിനെ നമുക്കൊരു ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് നമുക്ക് ഉയരുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാധ്യതയാണല്ലോ. നമ്മുടെ പിതാവ് ഉണ്ടാക്കി വെച്ച, അല്ലെ നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടാക്കി വെച്ച ആളുകൾ അദ്ദേഹത്തെ അംഗീകരിക്കാത്തവരായി ഇപ്പൊ എന്നെ കമ്പയർ ചെയ്യുന്ന അദ്ദേഹവുമായിട്ട്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തെ കല്ലെറിയുകയും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ ഏറ്റവും മോശമായ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്ന ഇന്ന് പറയുന്നു ഞാൻ അദ്ദേഹത്തിനോടൊപ്പം എത്തുന്നില്ല. അത് ഞങ്ങളങ്ങ് സഹിച്ചു. എല്ലാ കാലത്തും കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഉണ്ടായിട്ട് പല ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ നയിക്കാൻ ഓരോരോ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ ഏത് ഗ്രൂപ്പിന്റെ കൂടെയാണ് ഉള്ളത്? അതൊക്കെ നിങ്ങളുടെ കഥകളാണ്. ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ട കോൺഗ്രസ് ആണ്. പല മുൻകാലങ്ങളിൽ AI ഗ്രൂപ്പുകളൊന്നും ഇല്ലാതാണ്. ഞാൻ കോൺഗ്രസിന്റെ കാര്യം പറയുന്നുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. ഞങ്ങളെല്ലാം കോൺഗ്രസിലാണ്. ആ മനുഷ്യരുടെയൊക്കെ ഉള്ളില് ഈ ഒരു അനാഥത്വം ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സാർ പോയതിന് ശേഷം ഉണ്ടായ ഒരു അനാഥത്വം ഉണ്ട്. ആ ആളുകളെയൊക്കെ ചേർത്ത് നിർത്തി നയിച്ച് മുന്നോട്ട് പോകാൻ ചാണ്ടി ഉമ്മന് പറ്റുന്നില്ല എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സംസാരമുണ്ട്. പാർട്ടി പ്രവർത്തകരോട് നമ്മൾ നിരന്തരം സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. അങ്ങനെ അത് ഏറ്റെടുക്കാത്തതാണോ മനഃപൂർവ്വം, അതോ? അല്ല, നമ്മളിതിനകത്ത് രാഷ്ട്രീയമായിട്ട് കാണാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ പറ്റിയും ജനങ്ങളെ പറ്റിയാണ്. എൻ്റെ പ്രവർത്തനം എന്നാൽ MLA എന്ന സ്ഥാനമാണ് എന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നല്ലപോലെ ഞാൻ നടത്തും. ബാക്കി ഒന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ MLA അപ്പുറത്തേക്ക് ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണല്ലോ. അതെല്ലാം ശരിയാണ്. പാർട്ടി ഏൽപ്പിച്ച ജോലിയെ ഞാൻ ചെയ്യുള്ളൂ. അതിന്റെ പുറകിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ജോലിയാണല്ലോ ആളുകളെ ഒരുമിച്ച് നിർത്തുക. അല്ലെങ്കിൽ ഞാൻ MLA ആയിട്ട് നല്ലപോലെ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ എന്നെ 53,000-ൽ പരം വോട്ടുകൾക്ക്. അതെ, അതിൽ പ്രവർത്തകരെ ഒരുമിച്ച് നിർത്തുക എന്നുള്ള രീതിയും കൂടി ഉണ്ടല്ലോ. 53,000-ൽ പരം വോട്ട് ഞാൻ ജയിച്ചത്. അത് ഞാൻ ചെയ്യുന്നു. എന്റെ മണ്ഡലത്തിൽ ഞാൻ ചെയ്യുന്നു. ഈ പാർട്ടി പറഞ്ഞിട്ടാണോ മറ്റേ ഇവിടെ ഗണേഷ് കുമാറിന് വേണ്ടി തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണം നടത്തിയത്? അങ്ങനെയല്ലല്ലോ. എന്റെ സ്ഥാനാർത്ഥി ജയിക്കുക എന്നുള്ളത് എന്റെ ആവശ്യമാണ്. അത് പാർട്ടി ആവശ്യപ്പെട്ടല്ലാതെ എനിക്ക് എങ്ങനെ പോകാൻ പറ്റും? ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. മറ്റു മണ്ഡലങ്ങളിലാണ് കൂടുതൽ പ്രചരണം. സ്വന്തം മണ്ഡലത്തിനേക്കാൾ കൂടുതൽ. പഞ്ചായത്ത് ഇലക്ഷൻ 2000 വീട് കയറി. അതിനുശേഷം സൈക്കിൾ ഉൾപ്പെടെ ഉള്ള പ്രചരണം എന്റെ മണ്ഡലത്തിൽ നടത്തി. അതിന്റെ സൈമൾട്ടേനിയസ് ആയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്. എന്റെ മണ്ഡലത്തിൽ കണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്റെ മണ്ഡലത്തിൽ പ്രചരണം നടത്തിയതിനു ശേഷമാണ് ഞാൻ മറ്റൊരിടത്തേക്ക് പോയി. പക്ഷെ കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടിയത് മറ്റു മണ്ഡലങ്ങളിലെ പ്രവർത്തനമാണ്. സൈക്കിളിലെ യാത്ര മുഴുവൻ കവർ ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ മണ്ഡലത്തിൽ നിന്നാണല്ലോ സൈക്കിൾ യാത്ര തുടങ്ങിയത്. എന്റെ 8 പഞ്ചായത്തിൽ ഞാൻ സൈക്കിളിലൂടെയാണ് യാത്ര ചെയ്തത്. അതൊക്കെ കവർ ചെയ്തിട്ടുണ്ടല്ലോ. അതിനുശേഷമുള്ള 8 പഞ്ചായത്തുകളുടെ കവറേജ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രചരണം ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടുവീഴ്ച കൃത്യമായി വർക്ക് നടന്നിട്ടുണ്ട്. അത് പഞ്ചായത്ത് ഇലക്ഷൻ വർക്ക് നടന്നിട്ടുണ്ട്. അന്ന് വ്യത്യസ്തമായ മോഡലായിരുന്നു. അന്ന് നടന്നാണ് പോയി കേട്ടത്. ഈ സൈക്കിളിലുള്ള ഇൻസ്പിറേഷൻ എവിടുന്നാ കിട്ടി? എനിക്ക് ചെറുപ്പം മുതൽ അത് ആയിരുന്നു താല്പര്യം. സൈക്കിൾ ഓടിക്കുക എന്നുള്ളത് താല്പര്യമായിരുന്നു. സൈക്കിൾ യാത്രയിലൂടെ ഞാൻ സുപ്രീം കോടതി പോകുന്ന സമയത്തും സൈക്കിൾ പോയിട്ടുണ്ട്. അപ്പം എൻ്റെ യാത്രകൾ അന്നും അങ്ങനെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്കൂട്ടർ ഓടിക്കണമെന്ന് ആഗ്രഹിച്ചത്. സ്കൂട്ടറിനെ കാട്ടി എഫക്റ്റീവായിട്ട് എക്സസൈസും ചെയ്യാം. സ്കൂട്ടർ പോലെ ആണ് ഈ സാധനം. അതുകൊണ്ട് അത് ഞാൻ ഉപയോഗിച്ചു. ഈ ആളുകൾ അതിനെ ട്രോളുമ്പോ എന്താ തോന്നുന്നത് മനസ്സിൽ? അവരോട് എന്താ ഒരു ആരും ട്രോളിങ് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ട്രോള് കാണുന്നേ ഇല്ല. ട്രോള് കാണുന്നില്ല. പറയുന്നതും കേൾക്കുന്നില്ല. ഇലക്ഷൻ സമയത്ത് ഒരു ട്രോളും ഉണ്ടായിട്ടില്ല. പറയുന്നതും കേൾക്കുന്നില്ല അല്ലേ? ചെയ്യുന്നതിനെ കുറിച്ച് ഇല്ല. ഈ എത്ര നിഷേധിച്ചാലുമേ ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ടീം എന്ന് പറയുന്നത് ആവശ്യമാണ് കോൺഗ്രസിനുള്ളിൽ. അങ്ങനെ പല ടീമുകളും ഉണ്ട്. ഒറ്റയാനായിട്ട് ഒരുപാട് നിൽക്കാം എന്ന് നമുക്ക് കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് കൂടെയുള്ളത്? ഞാനിപ്പം അതിനുള്ള മറുപടി കഴിഞ്ഞു. മറുപടി പറയാൻ വീണ്ടും ഒരേ ചോദ്യം പല തരത്തിൽ ചോദിച്ചാൽ ഉത്തരം മാറത്തില്ല. ചാണ്ടി ഉമ്മന് മനസാക്ഷി സൂക്ഷിപ്പാരെന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പം നമ്മൾ കുറേ കാലം നമ്മുടെ കൂടെ ഒരു സന്തത സഹചര്യമായിട്ട് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പറഞ്ഞാലും കുറേ ആളുകൾ ഉണ്ടാവും. അങ്ങനെ പറയാൻ ആരാണ് ചാണ്ടി ഉമ്മനുള്ളത്? തൽക്കാലം നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി പാർട്ടിയായിട്ട് നിന്ന് ഫൈറ്റ്. അങ്ങനെ ഒരു വ്യക്തിയൊന്നും പറയാനില്ലെന്നാണോ? മനസാക്ഷി സൂക്ഷിപ്പാറിനില്ല, എല്ലാം എന്റെ മനസ്സിൽ തന്നെ വെക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട കാര്യമില്ല. അതിന് ഉത്തരം ഞാൻ നേരത്തെ തന്നു കഴിഞ്ഞു. ഇപ്പൊ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അങ്ങനെ ഒരാൾ ഉണ്ടാവണല്ലോ. ഞാൻ മറുപടി പറഞ്ഞു. അതൊരു തരം എസ്കേപ്പിസം അല്ലേ? എല്ലാ ചോദ്യങ്ങളോടും ഞാൻ പറഞ്ഞു, ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു എസ്കേപ്പിസം അല്ലേ? അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടിയില്ലെങ്കിൽ അല്ല, അങ്ങനെയല്ലല്ലോ. ഞാൻ എന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു.
അങ്ങനെ ഒരാളില്ലെന്നോ ഉണ്ടെന്നോ എനിക്കത് മനസ്സിലായില്ല. ഒരു ക്ലാരിറ്റി. ഞാനതിന് മറുപടി പറയും. നമ്മളിങ്ങനെ വീണ്ടും ഒരേ ചോദ്യം വളയ്ക്കുന്നതല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ ഒരു എല്ലാവർക്കും ഒരേ കാര്യം ഉണ്ടാവണം നിർബന്ധിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്ന ഫ്രെയിം വർക്കിലൂടെ എല്ലാവരും ചിന്തിക്കണമെന്നുണ്ടോ? അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. കേരളത്തിലെ രാഹുൽ ഗാന്ധിയാണ് താങ്കൾ എന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ കേരളത്തിലെ ഒരു MLA ആണ്. കേരളത്തിലെ രാഹുൽ ഗാന്ധി അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പലരുടെ അഭിപ്രായം. കേരളത്തിലെ ഒരു MLA ആണ്. PR വർക്ക് ഓവർ ആവുന്നു കഴിഞ്ഞ ദിവസം പാർട്ടി താങ്കളോട് താക്കീത് ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. അതിന്റെ വാസ്തവം ഇതെല്ലാം ചോദ്യങ്ങൾ വാർത്ത അടിസ്ഥാനത്തില്ല. അതിന്റെ സോഴ്സ് എന്ത് ചെയ്യും? അല്ല, നമുക്ക് അതിന്റെ സോഴ്സ് എന്ത് പാർട്ടിയിലെ ആര് ഏത് വ്യക്തി താങ്കളോട് പറഞ്ഞു, അല്ലെങ്കിൽ ഏത് വ്യക്തി എന്നോട് പറഞ്ഞു, അതിന്റെ സോഴ്സ് പറയൂ. അല്ല വെറുതെ പാർട്ടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? പാർട്ടി എവിടെ പറഞ്ഞു, ആരോട് പറഞ്ഞു, എപ്പോ പറഞ്ഞു? മാധ്യമങ്ങൾ വാർത്ത വന്നതിനോട് താങ്കൾ എന്താണ് പ്രതികരിക്കാനുള്ളതാണ് എന്റെ ചോദ്യം. പാർട്ടി അങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ 2, ഒരു കമ്പനിയെങ്കിലും ഞാൻ എന്റെ PR ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷന് ഞാൻ എന്റെ തെറ്റ് പറ്റിയതായിട്ട് ഞാൻ സമ്മതിച്ചു തരാം. അതൊന്ന് കണ്ടുപിടിച്ചു തരണം. ഈ കമ്പനി ഏതാന്ന് കണ്ടുപിടിച്ചു തരിക. പിതാവിനെ വിശുദ്ധനാക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനം ഒരു വാർത്ത വന്നിരുന്നു. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അല്ലെ വിശുദ്ധ അങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിലെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കൃത്യമായി പറഞ്ഞ എന്താണ് എന്റെ ജീവിതത്തിൽ അദ്ദേഹം വിശുദ്ധനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അത് അവരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറഞ്ഞു. അല്ല, അതിന്റെ ക്ലാരിറ്റി വരുത്താൻ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നിരന്തരമായി അങ്ങനെ ഒരു വാർത്ത വരുന്നു. ഇതെന്താണ് അതിന്റെ പിന്നിലുള്ള വ്യക്തിപരമായ കാര്യം, അല്ലാതെ അങ്ങനെ വേറൊരു മൂവ്മെന്റോ കാര്യമൊന്നും. ഈ ചാണ്ടിയുമ്മൻ വരുന്നു എന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാൻ പറയുന്നൊരു ചോദ്യം, എന്തിനാണ് എപ്പോഴും പിതാവിനെ അനുകരിക്കാനൊരു ശ്രമം നടത്തുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം എന്ന് എന്നോട് പറഞ്ഞു. താങ്കളുടെ അമ്മയും അച്ഛനെ അനുകരിച്ചാണോ ജീവിക്കാറുള്ളത്? അങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കാം. അങ്ങനെ എന്നോട് ചില ആളുകൾ പറഞ്ഞൊരു ചോദ്യം ഞാൻ ചോദിക്കാം. അങ്ങയുടെ അമ്മയും അച്ഛനെ അനുകരിച്ചാണോ അങ്ങ് ഇപ്പൊ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്? എന്റെ അച്ഛനും അമ്മയും മാധ്യമപ്രവർത്തകരായിരുന്നില്ലല്ലോ. താങ്കളുടെ അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആ രീതി പിന്തുടരുന്നുണ്ടോ? എന്തിനാണ് അത് അനുകരിക്കാൻ? അമ്മയുടെ അച്ഛന്റെയും സ്വഭാവ ഗുണങ്ങൾ കാണും, ഇല്ലാന്ന് പറയാൻ പറ്റും. അതുണ്ടോ? എനിക്കുണ്ട്. ഈ അതിന് പലരും പറയുന്ന ഒരു കാര്യം മുടി ചീകാതെ നടക്കുന്നതിനെ കുറിച്ചാ. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. സ്കൂൾ ടൈമിലെ ഫോട്ടോസ് എടുത്താണ് ഞാൻ. ബാലിശമായ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. എന്നാലും ചില ആളുകൾ നമ്മളെ ഇങ്ങനെ, നമ്മളിപ്പോ ഒരു നേതാവെന്ന നിലയ്ക്ക് നമ്മളൊരു നേതാവെന്ന നിലയ്ക്ക് നമ്മളെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ആളുകൾ നമ്മളെ നിരീക്ഷിക്കുമല്ലോ. ചാണ്ടിയുമ്മൻ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളായിരിക്കാം, വലിയ കാര്യങ്ങളായിരിക്കാം. അപ്പൊ അത് ആളുകൾ അതിനൊക്കെ ഒരു നേതാവെന്ന നിലയിൽ വിലയിരുത്തപ്പെടുമല്ലോ. എന്റെ ജീവിതം മൊത്തം എടുത്തു നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാവും. അല്ലാതെ ഈ ഒരു ഇലക്ഷൻ ഒരു കാര്യമല്ലോ. ഞാൻ ഇത്ര നാളായിട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിൽ തന്നെ ഉള്ള ആളല്ലേ. നിങ്ങൾ ഫോട്ടോസ് എടുത്ത് നോക്കൂ, അപ്പം മനസ്സിലാവും. വിശ്വാസം കൂടുതലുള്ള ഒരാളാണല്ലോ, അല്ലെ? വിശ്വാസിയാണ്, നല്ല വിശ്വാസിയാണ്. പലരും അതിനെ കോൺഗ്രസിനുള്ളിലെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോഴും പറയാം അദ്ദേഹം വിശ്വാസത്തിന്റെ ആരാന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ആരാണ് പേര് വ്യക്തമാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പറയാണ് വിശ്വാസം അമിതമാണ് താങ്കൾക്ക് എന്നൊരു ആരോപണം ഉണ്ട്. അതിനെ എങ്ങനെയാ കാണുന്നത്? ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃക മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം വിശ്വവിശ്വാസിയായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ പാതയാണുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഐ എം എ ഹിന്ദു, ഐ എം എ മുസ്ലിം, ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എ സിഖ്, ഐ എം എ പാർസി, ഐ എം എ ജൂ, നോട്ട് ഓൺലി മീ, യു ആർ ഓൾസോ. ഞാൻ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യനാണ്, സിഖാണ്, പാർസിയാണ്. ഞാൻ മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യരെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ്. അതാണ് എന്റെ വാദം. ഓക്കെ. ഈ ചാണ്ടിയുമ്മന്റെ നിരന്തരമുള്ള പ്രവർത്തനങ്ങൾ, അതായത് പുതുപ്പള്ളിയിലെ പ്രവർത്തനങ്ങൾ, ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾ പലപ്പോഴും നിങ്ങളെ പിന്തുടർന്ന് ചിന്തിക്കാറുണ്ടാവും, അല്ലെങ്കിൽ അതിനെ കൃത്യമായി നിരീക്ഷിച്ചു പോകുന്ന ആളുകളുണ്ട്. എങ്ങനെയൊക്കെയാണ് അങ്ങനെ നോക്കുമ്പോൾ ചാണ്ടിയുമ്മൻ നാളത്തെ മന്ത്രിയാവാനുള്ള ഒരാളാണ്, അതിനുശേഷം മുഖ്യമന്ത്രി ആവാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ ശരിക്കും മനസ്സിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എയിം ഉണ്ടോ മനസ്സിൽ? അല്ല, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് എൻ്റെ 10ാം ക്ലാസ്സിലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പാർട്ടി പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. പാർട്ടി ഏത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും ആ ഉത്തരവാദിത്തം എല്ലാം ചെയ്യും. അതിനകത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രചരണം നടത്തിയിട്ടുണ്ട്. വീട് വീടാന്തരം ഇവിടെയുള്ള മിക്കവാറുമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു ബൈ ഇലക്ഷൻ വെച്ച്, എൻ്റെ ഓർമ്മയിൽ 1 or 2 ബൈ ഇലക്ഷൻ വെച്ച് 2000 മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തമിഴ്നാടും അടക്കം 9-10 സംസ്ഥാനം കഴിഞ്ഞ
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയിരുന്നു. അങ്ങനെ ഔട്ട്റീച്ച് സെല്ലിന്റെ പ്രവർത്തനം നടത്തിയിരുന്നു. ഇപ്പൊ പാർട്ടി പറയുന്ന ഏതൊരു ജോലിയും ഞാൻ ചെയ്യും. ഇപ്പൊ പാർട്ടിയാണ് എന്നെ സംബന്ധിച്ചല്ല, പാർട്ടിയാണ് ഒപ്പം എന്ന് പറയുമ്പോഴും നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പാർട്ടിയാണ് എപ്പോഴും ഉള്ളത്, പാർട്ടി എപ്പോഴും പ്രതിസന്ധിയിൽ നിർത്തുന്ന ചില പ്രവർത്തനങ്ങൾ, അതായത് പെട്ടെന്ന് ചാണ്ടിയുമ്മൽ ഒറ്റയ്ക്ക് ഒരു ജനക്കൂട്ടത്തെ നയിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതായത് ഇപ്പൊ ഒരു ഇൻസിഡന്റ്, ഇപ്പൊ നമുക്ക് അറിയാം, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ ചാണ്ടിയുമ്മൽ വളരെ വെറൈറ്റി ആയിട്ടാണ് എൻട്രി ചെയ്യുന്നത്. കുറെ ആളുകൾ ഒരുമിച്ച് 26 വർഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആ ഒരു ഇൻസ്റ്റൻസ് കാണിച്ചിട്ടാണോ പറയുന്നത് ഞാൻ എന്റെ ജീവിതകാലം മൊത്തം ഒറ്റയാനായിട്ട് പോയെന്ന് പറയുന്നു? അത് ശരിയല്ല, അത് ശരിയായ വിലയിരുത്തല. അത് ഞാൻ മന്ത്രിയാവുന്ന പ്രതീക്ഷ നിങ്ങൾ കൊടുത്ത മാധ്യമങ്ങൾ കൊടുത്ത പ്രതീക്ഷ കണ്ടിട്ട് കുറെ പേര് വന്നു. അവരെല്ലാം സത്യപ്രതിജ്ഞയ്ക്ക് വന്നവർ. അപ്പൊ അവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, ഞാൻ സത്യം പറഞ്ഞ സൈക്കിളിൽ പോകാനിരുന്നതാണ്. അന്നും സൈക്കിളിൽ പോകാനിരുന്നതാണ്. കാരണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചാർജ് എടുക്കുമ്പോൾ എനിക്ക് അതായിരുന്നു, ഞാൻ എന്റെ പ്രചരണം മൊത്തം സൈക്കിളിലായിരുന്നു, സൈക്കിളിൽ പോകാനിരുന്നതാണ്. അപ്പൊ ഇവര് വന്ന് പോവാന്ന് പറഞ്ഞപ്പോ അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് നടക്കാമെന്ന് ഞാൻ പറഞ്ഞു. അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോയതാ. അതിനകത്ത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അതാണോ ഒറ്റയാൻ പ്രവർത്തനത്തിൽ എക്സാമ്പിൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചിരുന്നില്ല. ഒറ്റയാൻ പ്രവർത്തനമല്ല, അതായത് ഒരു കൂട്ടം എപ്പോഴും പിന്നിൽ അങ്ങനെ വരുന്ന ഒരു ഒറ്റയ്ക്ക് ഒരു നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും ചാണ്ടിയുമ്മലെ വിലയിരുത്തുന്നവർ പറയുന്നുണ്ട്. അല്ല, ആ ഒരു ഇൻസ്റ്റൻസ് അല്ലേ ഉള്ളൂ, അതല്ലാതെ ഏതാ ഉള്ളത്? പാർട്ടി പറയുന്നതിനപ്പുറം ഏത് പരിപാടിയാണ് ചെയ്തിട്ടുള്ളൂ? ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. പാർട്ടി പറയുന്നതിനപ്പുറം ഒരു പരിപാടി ചൂണ്ടിക്കാണിച്ചതെന്ന് ഞാൻ സമ്മതിക്കും. പാർട്ടിക്ക് പലപ്പോഴും ഒരു എന്താ പറയാ പിടിച്ചാൽ കിട്ടാത്ത ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ ശരിയാണോ? എനിക്കറിയില്ല, അറിയില്ല. ആളുകൾ അങ്ങനെയാ പറയുന്നത്, പാർട്ടി പ്രവർത്തനാ പറയുന്നത്, ഞാനല്ല പറയുന്നത്. എനിക്കറിയില്ല ഏത് പാർട്ടിയിലെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചാണ്ടിയമ്മ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണെന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാരും പറഞ്ഞു കേട്ടിട്ടില്ല. വേറെ ഏതെങ്കിലും പാർട്ടിയിലെ ആൾക്കാർ വേറെ കോൺഗ്രസ്സുകാരായിരുന്നു ഞാൻ പറയുന്നത്. ഏതായാലും കോൺഗ്രസ് എന്നോട് പറഞ്ഞിട്ടില്ല, നമ്മളോട് പറയുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ പറയുന്നത്. അങ്ങനെ ഒരു കുശാഗ്ര ബുദ്ധിയൊക്കെ ഉണ്ടോ? എന്ത് പറഞ്ഞാലും ഇങ്ങനെയാ പറയുന്നത്, എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ ചോദിക്കാം, പൊതുവെ രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ, എന്തൊക്കെയാണെങ്കിലും മൈൻഡിൽ കുറെ കണക്കുകൂട്ടലുകളും എന്താ പറയാ കൂട്ടിക്കിഴിക്കലുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോ ഇന്നിപ്പോ എന്തായിരിക്കും ഒരു പ്ലാൻ ചാണ്ടിയുമ്മന്റെ? ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ. പുതുപ്പള്ളിയിലാണെങ്കിൽ രാവിലെ ജനങ്ങളെ കാണുന്നതാണ് ഏറ്റവും പ്രധാനം. അത് എത്ര പേരുണ്ടെങ്കിലും പരമാവധി ആൾക്കാരെ കണ്ടിട്ട് അടുത്ത പരിപാടിക്കായിട്ട് പോവുക എന്നുള്ളത്. പിന്നെ പരിപാടികൾ പങ്കെടുക്കുക. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്താകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം അസംബ്ലി പോകുക എന്നുള്ളതാണ്. കുറച്ച് പേരെങ്ങനെ കാണാൻ വരും, പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ അസംബ്ലിയാണ് നമ്മുടെ. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്നു ചാണ്ടിയുമ്മന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കാരണം വലിയ പണമെറിയാതെ വളരെ നിശബ്ദമായ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം. അതിന് ഒരുപാട് നേതാക്കന്മാർ ഇതൊരു മാതൃകാപരമാണെന്ന് പലതവണ പറയുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഫണ്ട് വെച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാവുന്നൊരു വാഗ്ദാനം അങ്ങനെ എന്തോ കണ്ടു ഞാൻ. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. അതിലെ വാസ്തവം എന്താ? നമ്മൾ കഴിഞ്ഞ ഒരു 2.5 വർഷക്കാലം കൊണ്ട് കുറേ വീടുകൾ നിർമ്മിച്ചിരുന്നു. അപ്പം എനിക്ക് കുറച്ചുകൂടി വീടുകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തത്. അപ്പം അതിനോട് ചേർന്നാണ് എൻ്റെ ഫാദർ കഴിഞ്ഞ ഒരു 40 വർഷക്കാലമായി അവിടെ വരുന്ന ആൾക്കാർക്ക് മെഡിസിൻ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പം വീട് കൊടുക്കുന്ന പദ്ധതിയോടൊപ്പം തന്നെ ഇതും നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഫൗണ്ടേഷനിലേക്ക് ഈ തുക മാറ്റിവെച്ച് അവിടെ നിന്ന് ഈ ആൾക്കാരെ സഹായിക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. വീടുകൾ വെച്ചു കൊടുക്കുക, പക്ഷെ അതുപോലെ തന്നെ ഈ ഒരു തരത്തിൽ മരുന്ന് കൊടുക്കുക. ഒത്തിരി പേര് ചികിത്സ സഹായം ആവശ്യപ്പെട്ട് വരുന്നുണ്ട്, അവർക്കത് കൊടുക്കുക. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. മരുന്നിന്റെ കാര്യം പറഞ്ഞോണ്ട് ഈ ഹോമിയോപ്പതിയോട് എന്താ ഈ അടുത്തെന്തോ ഒരു വാർത്ത കണ്ടല്ലോ, ഹോമിയോപ്പതി കൂടുതൽ ജനകീയമാക്കണം എന്നുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞാണോ? അല്ല, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് രാഷ്ട്രപിതാവ്. ഇപ്പൊ ഞാൻ മാത്രം എന്തോ പുതിയത് പറയുന്നു പറഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പറ്റും? അദ്ദേഹം എൻ്റെ അടുത്ത് ഏറ്റവും മുതിർന്ന നേതാവ് പറഞ്ഞതാണ് ഹോമിയോ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും ആയുഷിന്റെ ഡിസ്പെൻസറി തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. ക്യാൻസറിന് ഹോമിയോയുടെ വണ്ടൂരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ആളുടെ പേരാണ് ഉമ്മൻചാണ്ടി. UDF സർക്കാരാണ്
ഏറ്റവും കൂടുതൽ ഹോമിയോയ്ക്ക് പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഹോമിയോയ്ക്ക്. എവിടെ? അങ്ങ് കോട്ടയത്ത് കുറിച്ചിയിൽ. ഇപ്പം ഞാനെന്തോ പുതിയ സംഭവം കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻസിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഓൾട്ടർനേറ്റീവ് ഇന്ത്യക്ക് വിശ്വാസമുണ്ടോ? ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നാണ്. ഇന്ത്യയുടെ സംസ്കാരത്തിൽ നിന്ന് മെഡിസിൻസ് ഉണ്ടോ? ഇപ്പം ചൈനയിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഉണ്ടോ? ആ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അവിടെയും ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ മോഡേൺ മെഡിസിൻ ആവശ്യമല്ലേ? അനിവാര്യതയാണ്. മോഡേൺ മെഡിസിനോടൊപ്പം ഓൾട്ടർനേറ്റീവ് ആവുന്നതിനെന്താ കുഴപ്പം? അത് കോടതിയുമായി ബന്ധപ്പെട്ട മൂവ്മെന്റ്സ് ഞാനത് സുപ്രീം കോടതി കേസ് കൊടുത്തു. ഹോമിയോ മെഡിസിൻ അതല്ല, അത് കോവിഡുമായി ബന്ധപ്പെട്ടതല്ലേ. അത് പിന്നെ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞ് കോടതി തള്ളി. അത് ഓൾമോസ്റ്റ് കോവിഡ് കഴിഞ്ഞൊരു 1 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പൊ അത് ഡിഫറെന്റ് ഇഷ്യൂ ടോട്ടൽ. എത്രയോ ഇത് ഞാൻ എന്തോ പുതുതായിട്ട് തുടങ്ങുന്നു പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഞാൻ ചെയ്യുന്നത് ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നേതാവായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞാ നേരത്തെ പറഞ്ഞു രാഷ്ട്രപിതാവ് തൊട്ടുള്ളവർ ഇങ്ങോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പുതിയ ആളല്ല. തൃശ്ശൂരിനെ കുറച്ചും കൂടിയൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ നമുക്കൊപ്പം നിർത്താമായിരുന്നില്ലേ? NS തൃശ്ശൂർ അത് ഇപ്പം ആരെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ? സ്വന്തം മക്കളെ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല, പിന്നെയാണോ സഹപ്രവർത്തകർ? സ്വന്തം മക്കളെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏതൊക്കെ ഒരു അച്ഛൻ എനിക്ക് പറയാൻ സാധിക്കുമോ എൻ്റെ മകൻ എൻ്റെ മകൾ ഞാൻ പറയുന്ന പാതയിൽ പോകുന്നു? പിന്നെ എങ്ങനെയാ ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ അവർക്ക് ഇഷ്ടമുള്ള പാത അവർക്ക് തിരഞ്ഞെടുക്കാം. നമ്മളെല്ലാം വിശ്വസിക്കുന്ന രാഷ്ട്രീയം കോൺഗ്രസ് ആണ്. അദ്ദേഹത്തിന് എന്തോ ഒരു വിഷമം തോന്നി. ഇപ്പോൾ അദ്ദേഹം പോയി. ശരിക്കും തഴയപ്പെട്ടിട്ട് തന്നെയാണോ അദ്ദേഹം പോയത്? ഇപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കണം. നിങ്ങൾക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒരു വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ. ഒരാള് നമ്മളെ കൂടെ പലപ്പോഴും താങ്കൾക്കൊപ്പം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഇന്റർവ്യൂ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കണം എന്തിനാണ് അത് വിട്ടുപോയത്. എനിക്ക് ഇതുവരെ കാരണം മനസ്സിലായിട്ടില്ല. കാരണം അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കാനുള്ള അവസരം കൊടുത്തു. യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നോടൊപ്പം. യൂത്ത് കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. NSU പ്രവർത്തിച്ചു, KSU പ്രവർത്തിച്ചു, NSU അല്ല KSU പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ തീരുമാനമെടുത്തത് ശരിയായില്ല എന്ന അഭിപ്രായം എനിക്കുള്ളത്. കാരണം ദൂരെ നിൽക്കുന്ന ഒരാളല്ല, അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം, അല്ലേ? അതിപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകിച്ച് താങ്കൾക്കൊപ്പം പല വേദികളിലോ അല്ലെങ്കിൽ യാത്രകളിലോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരാളല്ലേ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇങ്ങനൊരു തീരുമാനം എടുക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ വിവാഹം മിശ്ര വിവാഹിതമായതുകൊണ്ടുള്ള എനിക്കെതിരെ ഒരു ആക്രമണമുണ്ട്, അല്ലെ എന്നെ സ്വീകരിക്കാൻ പറ്റാതെ പോയെന്നും എന്നെ തഴഞ്ഞെന്നും ഒക്കെ ആരോപണം അദ്ദേഹവും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വേർഷനില്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് ഉണ്ടാവില്ല. ഞാനങ്ങനെ കമന്റ് ചെയ്യാൻ കുറിച്ച് എനിക്കറിയില്ലല്ലോ. അദ്ദേഹവും പാർട്ടിയുമായിട്ടുള്ള ബന്ധമല്ലേ, ഞാനങ്ങനെ പറയും. അല്ല, കൂടെ നടന്ന ഒരാളല്ലേ, ഞാനങ്ങനെ പറയുന്നതിനെ കുറിച്ച്. ഒപ്പം നടന്ന ആളുകളുടെ മാനസികാവസ്ഥ കുറച്ചെങ്കിലും ഒക്കെ ഒരു സഹപ്രവർത്തകൻ എങ്ങനെ പറയാൻ പറ്റും? കാരണം ഞാൻ അദ്ദേഹം വിശ്വസിച്ചിരുന്നു, അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ്. ഗവൺമെന്റ് വരുമ്പോൾ അദ്ദേഹം ഹാപ്പി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഈ പോകുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു അറിവ് എനിക്കുണ്ടായത്. ഈ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടൻ ടീമുമായിട്ടൊക്കെ നേരത്തെ ചാണ്ടിക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ഒന്നും മാറി. ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും യോജിക്കാൻ പറ്റുമോ? ഒരുപോലെ ആയിരിക്കില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ കാര്യങ്ങളാണ്, ഇന്നതില്ല. ഒരുമിച്ച് പോവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്താ രാഹുലിനെ തിരിച്ചു സ്വീകരിക്കാൻ സ്വീകരിക്കണം എന്നൊരു അഭിപ്രായം ഉണ്ടോ? പാർട്ടിയല്ലേ പുറത്താക്കിയത്, പാർട്ടിയുടെ ലീഡർഷിപ്പ് തീരുമാനിക്കുക. എനിക്കങ്ങനെ അഭിപ്രായം പറയാൻ പറ്റും? വ്യക്തിപരമായിട്ടില്ല, ഞാൻ പറയില്ല. ഞാൻ പാർട്ടിയുടെ തീരുമാനമാണ്. ചെയ്തത് ശരിയായില്ല എന്നൊരു തോന്നലുണ്ടോ? ആരെ? രാഹുൽ ചെയ്തത് ശരിയായില്ല എന്നൊരു തോന്നൽ. രാഹുൽ മാത്രമല്ല, നമ്മളെല്ലാം പൊതുപ്രവർത്തകരാണ്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ നമുക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം അപ്പുറത്തേക്കുന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ CPM ആണ്. CPM-നാണെങ്കിൽ ഇതേപോലത്തെ അവസരങ്ങൾ വീണ് കിട്ടിയാൽ അവർക്ക് വളരെ ആക്രമിക്കാൻ വളരെ സൗകര്യമുള്ളൂ. അതുകൊണ്ട് നമ്മളും കൂടി ഇച്ചിരി ജാഗ്രത പുലർത്തണം എന്ന് അഭിപ്രായം. സ്വയം അങ്ങനെ ജാഗ്രത പുലർത്താനുള്ള ഒരു ശ്രമമുണ്ടോ? ഞാൻ ആ ജാഗ്രത പുലർത്തുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഞാൻ ചെയ്യും.